ഹലോ സുഹൃത്തുക്കളെ, വണക്കം, വന്ദനം, നമസ്തേ, നമസ്കാരം. ഞാൻ അമൃതവല്ലി മല്ലിനാഥൻ, എലത്തൂർ CMC ഗേൾസ് ഹൈസ്കൂൾ ബാച്ച് 1979. ഈ ബാച്ച് സ്റ്റുഡൻസ് സ്കൂൾ ലൈഫ് കഴിച്ച് പല വ്യത്യസ്ത മേഖലയിലേക്കും പറന്ന് ഒടുവിൽ 2024 കൃഷ്ണവേണി എന്ന ഓമന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് ഞങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതൊരു തറവാടാണ്. ഈ തറവാട്ടിലെ തറവാട്ടമ്മയാണ് കൃഷ്ണവേണി എന്ന ഓമന. ഞങ്ങൾ ഓരോ ദിവസവും തറവാട്ടിലെ എല്ലാവരുടെയും വിവരങ്ങൾ പരസ്പരം അറിയിക്കുന്നു. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, മറ്റു പല ദൈവസ്തുതികൾ, ശാന്തിമന്ത്രങ്ങൾ എന്നിവയോടൊപ്പം പാചക റെസിപ്പി, കൈവൈദ്യങ്ങൾ, കോമഡികൾ, അതുമാത്രമല്ല ജീവിതത്തിൽ ആവശ്യമായ പല നല്ല കാര്യങ്ങൾ ഓൺലൈൻ വഴി നടത്തി വരുന്നു. ഇതിനെല്ലാം കാരണക്കാരി ഞങ്ങളുടെ മെയിൻ ക്യാപ്റ്റൻ ഓമന തന്നെ. ഇതിനു മുമ്പ് ഈ തറവാട്ടംഗങ്ങൾ ഒരു ദിവസം ചുറ്റിക്കറങ്ങാൻ കോഴിക്കോട് ഒളവപ്പാറ ബോട്ടിംഗ് പോയി യാത്ര അടിപൊളിയാക്കി. ഇപ്പോഴിതാ സഫർ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു കാശ്മീർ ട്രിപ്പ്. ഇതിൽ കോഴിക്കോട്, എലത്തൂർ, തിരൂരങ്ങാടി, പാലക്കാട്, എറണാകുളം, അതുമാത്രമല്ല കേരള ക്യാപിറ്റൽ സിറ്റി ട്രിവാൻഡ്രം എന്നീ സ്ഥലങ്ങളിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇതിൽ കോമളവല്ലി റിട്ടയർഡ് HM നിഷാദ്, അൻഷിത നിഷാദ്, സുഭാഷ്, പ്രതിഭ സുഭാഷ്, അബ്ദുൾ ഹസൻ, അവരുടെ വൈഫ്, കസിൻ, ഇവരെല്ലാം ഞങ്ങൾക്കിന്ന് സുപരിചിതരായി. അവരെല്ലാം അവരുടെ സഫർ ഗ്രൂപ്പ് യാത്ര അനുഭവങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമേകുന്നതാണ്. അടുത്ത ഞങ്ങളുടെ ട്രിപ്പ് സഫർ ഗ്രൂപ്പിൽ എല്ലാവരും വീണ്ടും ഓമനയുടെ സാന്നിധ്യത്തിൽ യാത്ര പോകാൻ ഒരുങ്ങുകയായി. സത്യത്തിൽ ഈ സഫർ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ഈ യാത്ര ഫോട്ടോസ്, വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് അസൂയമാണ്. അത്ര വിശേഷമാണ് ഈ ട്രിപ്പ്. എനിവേ, ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ജേണി. ഇപ്പോൾ സഫർ ഗ്രൂപ്പിൻ്റെ യാത്രക്കാരായ ഞങ്ങളുടെ തോഴികളുടെയും മറ്റു സഹയാത്രക്കാരുടെയും സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾക്ക് കേൾക്കാം. എവിടെയും പോകാതെ ശ്രദ്ധിച്ച് കേൾക്കുക. ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ പേര് ഹരിദാസൻ. ഞാൻ മർച്ചൻ്റ് നേവിയിൽ നിന്ന് വിരമിച്ച് ഇപ്പം വീട്ടിൽ സ്വസ്ഥമാണ്. എനിക്ക് ഒരു ഭാര്യ, രണ്ടാമത്തെ ആള്. സാറിന്റെ ഇവിടെ തുണക്കാർ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഒരു ഭാര്യ, അല്ല ഒരു ഭാര്യ പറയുമ്പോ അത് തെളിവൊന്ന് കാണിക്കണല്ലോ. പിന്നെ 2 പെൺകുട്ടികളാണ്. അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് ദുബായിലാണ്. രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ഒരു മകളെ നമ്മളോട് വന്നിട്ട് ടിയാറ എന്ന് പറഞ്ഞിട്ട് അവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. മകളുടെ കുട്ടി. പിന്നെ വേറെന്താ പറയാനാ, പുതിയ ആൾക്കാരെ കണ്ടുപിടി സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ച് നമുക്ക് യാത്ര എന്താ പറയാ സുഖമായിട്ട് പോകണം. എല്ലാവരും എൻജോയ് ചെയ്യണം. പാട്ടൊക്കെ പാടുന്നവർ പാട്ട് പാടാം, ആസ്വദിക്കുന്നവർ ആസ്വദിക്കുക, അങ്ങനെ പോകണം. വേറെ വെള്ളയിലാണ് എൻ്റെ സ്ഥലം, കോഴിക്കോട്. ഇപ്പം താമസിക്കുന്ന എലത്തൂരിലാണ്. ഞാനും വൈഫും മാത്രമേ വീട്ടിലുള്ളൂ. ബാക്കിയവരൊക്കെ കുട്ടികളൊക്കെ ദുബായിൽ അവിടെ കാണും. ഹാപ്പി ലൈഫാണ്. അതുകൊണ്ട് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷം, സ്നേഹം. ഇദ്ദേഹത്തിന്റെ ഒരേ ഒരു ഭാര്യ ഞാൻ. എനിക്ക് ആദ്യം എല്ലാവരും ഒരു കയ്യടി ആയിരുന്നു, എന്നാലും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും എവിടെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചേട്ടൻ ഫാമിലിന്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും ഞാൻ പറയുമ്പോൾ ബോറടിക്കും. അപ്പൊ ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ള ഞങ്ങൾ ഇപ്പത്തെ ഒരു സമയത്ത് ഇപ്പൊ കേൾക്കണ്ടോ, അതായത് 70ലേക്കും 60ലേക്കും ഒക്കെ കടക്കുന്ന സമയത്ത് പിന്നെ നമുക്കുള്ളതാണ് ലൈഫ്. പിന്നെ പിള്ളേർ എന്തായി ഏതായി ഒന്നും ഞങ്ങൾ നോക്കല്ലേ. അപ്പൊ നോക്കണ്ട, അവരവരെ വഴിക്ക് നമ്മൾ വിട്ടു കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്തത്. ഞങ്ങൾ അറിയില്ലായിരുന്നു. കൂടെ പാലക്കാട് എവിടേക്കൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പം
തിരുവനന്തപുരം? ആ, അപ്പൊ അങ്ങ് തലസ്ഥാനം വരെ നമ്മളെ നാട്ടിൽ നിന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട്. പിന്നെ എന്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. അതാണ് എന്റെ ഏറ്റവും വലിയ ഹോബി. അപ്പൊ അതുകൊണ്ട് ആ പെണ്ണ് എപ്പോഴും ഫോണും കൊണ്ട് നടക്കുന്ന നിങ്ങൾ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ പറയണം. ആ പറയുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി അവര് പറഞ്ഞല്ലോ, അപ്പൊ ഒന്നും കൂടി കിടക്കട്ടെ എന്ന് ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും അഥവാ ജസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒന്നിങ്ങനെ കാണിച്ചാൽ മതി. അപ്പൊ ഞാൻ പിന്നെ അവരുടെ അടുത്തേക്ക് പോകില്ല. അപ്പൊ എനിക്ക് സത്യത്തിൽ എനിക്കിപ്പോ ഒരു ഡാൻസ് കളിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മള് കുറെ ആള് സംസാരിക്കാനുള്ളതുകൊണ്ട് നമ്മളെ ഡാൻസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. എന്റെ പേര് ലീന, അനിൽകുമാറിന്റെ വൈഫാണ്. തിരൂരാണ്. എന്റെ നാട് കോഴിക്കോട് എലത്തൂരാണ്. ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ല. നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം. ബാക്കിയുള്ളവരെ ഇനി പരിചയപ്പെടാൻ പോകണല്ലോ. ലീന മാഡം നല്ല പോസിറ്റീവ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ നല്ല കഴിവുകളുള്ള ഒരു വ്യക്തിയാണെന്ന് കൂടി തെളിയിച്ചിട്ടുണ്ട് അതിലൂടെ. എൻ്റെ പേര് വിനീത, ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് ഇല്ല. 3 മക്കളാണ് ഉള്ളത്, 2 പെണ്ണും 1 ആണും. എൻ്റെ വീട് എലത്തൂരാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട് പുതിയങ്ങാടി. ലീനയുടെ കസിനാണ് ഞാൻ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഫസ്റ്റ് തൊട്ട് 10th വരെ. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിൽ വന്നിട്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത്. സ്മിതിയും കൃഷ്ണവേണി, ഞാൻ, ലീന ഒരുമിച്ച് പഠിച്ചത്. നമുക്കെല്ലാം നല്ല സുഖകരമായിട്ട് യാത്ര ചെയ്ത് വരാം. സ്മിത ശശീന്ദ്രൻ. സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ. അങ്ങനെ വലിയ കഴിവൊന്നുമില്ല. ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. എനിക്ക് 3 മക്കളാണ്. ഭർത്താവില്ല. ഒരു 2 പെൺകുട്ടികളും 1 മോനുമാണ്. മോൻ US-ലാണ്. മൂത്ത മോള് ദുബായിലാണ്. അവക്കൊരു മോൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ മോള് UK-ലാണ്. എല്ലാവരും അവിടെ ജോലി ചെയ്യാണ്. മരുമകളും ജോലി ചെയ്യാണ്. അവള് സയന്റിസ്റ്റാണ്. മറ്റൊരു എല്ലാവർക്കും ജോലിയുള്ളവർ തന്നെയാണ്. അങ്ങനെ നമുക്ക് എൻ്റെ വീട് പിന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ 9th സ്റ്റാൻഡേർഡ്. ഓക്കെ. സെക്കൻഡ് വൺ മകനാണ്. അവൻ എമിറേറ്റ്സ് എയർലൈൻസിൽ എഞ്ചിനീയറാണ്. അവനും വൈഫും കുട്ടികളും എല്ലാവരും കൂടെ ദുബായിലാണ്. പിന്നെ അമ്മയെ ജീവിച്ചിരിക്കുന്നുള്ളൂ, അച്ഛനില്ല. അച്ഛൻ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയർ ചെയ്ത് മരിച്ചു കോവിഡ് കാലത്ത്. ബാക്കി ഓരോരുത്തർ കൊടുക്കാം. എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കാണാൻ വേണ്ടി മാത്രമാണ് ചെന്നു. കോമളവല്ലി റിട്ടയർഡ് അച്ഛമാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ആശംസകൾ. അയ്യപ്പൻ, ഞാൻ ഹൗസ് വൈഫാണ്. കേൾക്കുന്നില്ലേ? പ്രസന്ന അയ്യപ്പൻ, ഞാൻ ഹൗസ് വൈഫാണ്. പിന്നെ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഹസ്ബൻഡ് ഭാരത് ഇലക്ട്രോണിക്സിൽ DGM ആയിരുന്നു. 10 വർഷം മുമ്പ് മരിച്ചുപോയി. റിട്ടയർ ആയപ്പോൾ ഞങ്ങൾ തിരൂർ വന്ന് വീട് വെച്ചതാണ്. 2 മക്കളാണ്. ഇപ്പം ഞാൻ വീട്ടിൽ തനിച്ചാണ്. ഒരാള് ബാംഗ്ലൂരാണ്. അഡോബി എന്ന കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. ഇപ്പോൾ റിസൈൻ ചെയ്ത് പൊളിറ്റിക്സിലേക്ക് വന്നിരിക്കുകയാണ്. മരുമകള് അവര് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്തിരുന്നു. അവളും റിസൈൻ ചെയ്ത് ഇപ്പോൾ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ മകൻ റെനെ മെഡിസിറ്റിയിൽ സൈക്യാട്രിസ്റ്റ് ആണ്. മരുമകള് ഓക്കെ. ബാക്കി എല്ലാരും പരിചയപ്പെടണോ? നമുക്ക് വഴിയില് ഒരു ആൺകുട്ടി ദുബൈയിൽ വർക്ക് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട്. മകള് ദുബൈയിൽ വർക്ക് ചെയ്യുന്നു, മാരീഡാണ്. ഹസ്ബൻഡും ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ രണ്ടാമത്തെ മകൻ കണ്ണൂർ ബിസിനസ്സാണ്. മറ്റേ ഒരു ഷോപ്പാണ്. ഞങ്ങൾക്കൊരു ഇൻഡസ്ട്രിയിൽ മറ്റേ മെറ്റീരിയലിൻ്റെ ഷോപ്പാണ്. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്നത് 3 സന്തോഷം. എൻ്റെ വൈഫിൻ്റെ പേര് ബീന. ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പാണ്. അങ്ങനെ കൂടുതലായിട്ട് ഇവിടെ അങ്ങനെ പോകാറില്ല. ഫസ്റ്റ് ട്രിപ്പാണ്. ഓക്കെ, എല്ലാവർക്കും
കൂടി സന്തോഷിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സതീശയുടെ ഭാര്യയാണ്. അനിലേട്ടൻ്റെ എന്ന് വെച്ച് വർക്ക് ചെയ്തതാണെന്ന് പറഞ്ഞല്ലോ, കൂടുതൽ പറയുന്നില്ല. ലീന എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ അയ്യപ്പൻ മലക്കെല്ലാം ഒരുമിച്ച് പോയതാണ്. അങ്ങനെ യാത്ര പോയാലും മറ്റെല്ലാം മക്കളെ കൂടെയാണ് യാത്ര ചെയ്യല്, വീട്ടിലെ സ്വന്തം വണ്ടി എടുത്തിട്ട്. ഇപ്പം മക്കളെല്ലാം മൂന്ന് സ്ഥലത്തായത് കാരണം, വീട്ടില് തനിച്ചായത് കാരണം അനിലേട്ടൻ തന്നെയാണ് ഇതെല്ലാം എല്ലാം സഹായിച്ചതും ഒരുമിച്ച് പോകാനുള്ള യാത്ര തുടർന്നതും. മുന്നേ പോകാന്ന് പറഞ്ഞപ്പോൾ മക്കള് ഗൾഫിലേക്ക് പോയി വിളിച്ച് 2 മാസം അവിടെ എൻജോയ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഇനി വയസ്സുകാലത്ത് ഇനി അത്രയല്ലേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം ജീവിതം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന് മക്കള് പറഞ്ഞ് ഹാപ്പിയായി പോയിട്ട് വാ പപ്പയും മമ്മിയും. അങ്ങനെ പോന്ന്. ചെറിയ മോനിപ്പം വെസ്റ്റ് ബംഗാളില് അവനൊരു ട്രിപ്പ് ഉണ്ട് കുട്ടികളുമായിട്ട്, ട്രക്കിങ്ങും അങ്ങനെയുള്ള ജേണിങ്. അതിന് കുട്ടികളെയും കൂട്ടിയിട്ട് വെസ്റ്റ് ബംഗാളിൽ പോയിന്. 1.5 മാസത്തെ കോഴ്സിനും ഇതിനും കുട്ടികളെ പഠിപ്പിക്കാനുമുള്ള ബിസിനസ്സാണ്. അവൻ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, മംഗലാപുരം. മോളും മംഗലാപുരാണ് പഠിച്ചത്. മൂത്തമ്മ ബാംഗ്ലൂരാണ് പഠിച്ചത് സോഫ്റ്റ്വെയർ. അങ്ങനെയെല്ലാം തന്നെ. പിന്നെ കുടുംബമായിട്ടെല്ലാം അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് പോകാന്ന് മക്കള് പറഞ്ഞ് ഹാപ്പിയായി. അങ്ങനെ അങ്കളുടെ കൂടെ പോയിട്ട് വന്ന് അത് പിന്നീട് പറഞ്ഞോണ്ട് പാടണം. എന്ത് പാട്ടായാലും 2 പേര് പാടാം. ഓക്കെ, വാഴണ്ടല്ലീന കൂട്ടിവെക്കുന്നു. കൺഫ്യൂഷനാണ് എല്ലാരും പറഞ്ഞ പോലെ. അത് ലാലേട്ടന്റെ പാട്ടാണല്ലോ. കൺഫ്യൂഷൻ തീർക്കണമേ. അത് പിന്നീട് പാടാം പാട്ട്. ഓക്കെ, എല്ലാരും ഒന്ന് പരിചയം. അതെ, എല്ലാം ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പാട്ട് തുടരാം. 2 വരിയായാലും പാട്ടാവും. ഓക്കെ, ഇനിയും സമയമുണ്ടല്ലോ വൈകുന്നേരമുള്ള വരെയുള്ള യാത്രയില്. ഓക്കെ, ബൈ. ഹാപ്പി ജേണിങ് എല്ലാവർക്കും കൂടെ. കുഞ്ഞു മക്കളെല്ലാം ഉണ്ടല്ലോ പാട്ട് പാടാൻ. അത് വേറെ ഒരു ഹോട്ടലിൽ കൂടിയാണ്. അത് കുറച്ച് ഒരു ബഡ്ജറ്റ് ട്രിപ്പ് ആയിരുന്നു, അതുകൊണ്ട് ഈ ഹോട്ടലിൽ കൊടുത്തിട്ടില്ല. അതുപോലെ അമൃത്സറിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഡൽഹിയിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട്. അങ്ങനെ 5 ബസ്സായിട്ട് ഇപ്പോൾ ഒരുമിച്ച് പോയി കൊണ്ട് നിൽക്കണം, ഏകദേശം 150. അതിന് പുറമെ കസ്റ്റമൈസ്ഡ് ആയിട്ട് 10-13 പേരും കൂടി ഒന്ന് നമ്മൾ ഡൽഹിയിലെ ആർച്ച് പ്ലാസയിൽ ഇന്ന് രാവിലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാഴ്ചകൾ കാണാം. നമ്മൾ ബനിഹാൽ കഴിഞ്ഞ ഉടനെ മറ്റുള്ളവരോട് പറഞ്ഞതാണ് കുറച്ച് കാര്യങ്ങൾ, ഈ ആപ്പിളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ വെള്ളപ്പൂവ് കാണുന്ന അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ശരിക്കും കാണുന്ന അടുത്തെത്തും. ആപ്പിളിൻ്റെ തോട്ടങ്ങൾ തന്നെ വരുന്ന മേഖലയുണ്ട്. പഹൽഗാം പോണ വഴി ഇഷ്ടംപോലെ ആപ്പിള് തോട്ടങ്ങളാണ് കാണാൻ കഴിയുക. അതുപോലെ ഈ നീളത്തിലുള്ള മരം കാശ്മീരി വില്ലോ, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരങ്ങളാണ്. അതിൽ വലിയ ഇലകളല്ല, അതിൽ ചെറിയ ഇലകളായിട്ട് വരുന്നതുണ്ട്. അതാണ് കാശ്മീരി വില്ലോ ബാറ്റ് ഉണ്ടാക്കുന്നത്. ബാറ്റ് ഫാക്ടറികളുണ്ട്. അത് നിങ്ങൾ പോണ വഴി തന്നെ കാണാം. ആ കണ്ട് നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, നടുവിൽ വഴി തെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വെളി തുറക്കൂ. ഞാൻ എറണാകുളത്ത് നിന്നാണ്, പ്രോപ്പർ എറണാകുളം തന്നെയാണ്. ഇപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് തന്നെ വടുതല എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ വൈഫുണ്ട് ബാക്കിൽ, സ്മിത. ഇവിടെ ഇതിൻ്റെ അകത്തൊരു സ്മിതയും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, കുട്ടികൾ 2 പേര്, മൂത്ത 2 ആൺകുട്ടികളാണ്. മൂത്ത ആള് സബിനവൻ്റെ കൂടെ ഇരിപ്പുണ്ട്, ബാക്കിൽ ഇളയാളുണ്ട് സരുണവ്. അപ്പോൾ ഞങ്ങളുടെ സുഭാഷ് ഫാമിലി ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഡിസംബറിൽ പ്ലാൻ ചെയ്തതാണ്. ഉടനെ തന്നെ സഫർ ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡ് ആവുകയും വേഗം തന്നെ ഇത് ഫിക്സ് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ അത് ഏപ്രിൽ 4 ബാച്ച് തന്നെ ഞങ്ങൾ എടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ സുഭാഷ് അങ്ങനെ ഞങ്ങൾ വേറെ പലരോടും ചോദിച്ചു, പലവർക്കും പക്ഷേ ഈ ഒരു ഡേറ്റും ഒക്കെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലും വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായാൽ ഞങ്ങളങ്ങനെ കാശ്മീർ എന്ന് പറഞ്ഞ സ്വപ്നം, ഞങ്ങൾ ട്രാവൽ വളരെ പാഷൻ ഉള്ളവരാണ് ഫാമിലി വൈസ് എല്ലാവരും.
വളരെ നന്നായിട്ട് ട്രാവൽ എൻജോയ് ചെയ്യുന്നതാണ്. ഞങ്ങൾ പലപ്പോഴും 1 ഡേ ട്രിപ്പുകൾ പോകാറുള്ളതാണ്. പെട്ടെന്ന് തന്നെ രാവിലെ ഫിക്സ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു ഫ്ലാറ്റിലായിരുന്നു. സുഭാഷ് ഇപ്പോൾ ഈ അടുത്ത് ഒരു 10 ദിവസമായുള്ളൂ വേറൊരു തൊട്ടടുത്തൊരു വീട്ടിലേക്ക് മാറിയുള്ളൂ. ആ ഫ്ലാറ്റിലുള്ള ഒരു സൗഹൃദം ഞങ്ങൾ പല യാത്രകളും ഒരുമിച്ച് ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു ഇത് ട്രാവലിംഗ് പാഷൻ ഞങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. ആ ഒരു ഇതിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പ് ടൂർ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ടൂറിൽ, അതും നല്ലൊരു സഫറിൻ്റെ ഗ്രൂപ്പ് ടൂറിൽ പല അനുഭവങ്ങളുള്ളവർ ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നും ആ നല്ല അനുഭവങ്ങളൊക്കെ ഞങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കേട്ടും അവരുടെ ആ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഈ 12 പേര് നമ്മൾ ഈ ഇനിയുള്ള 5th മോർണിംഗ് ഞങ്ങൾ അവിടുന്ന് ജമ്മുവിലേക്ക് ട്രാവൽ ചെയ്തു. കുരുക്ഷേത്ര, പത്താൻകോട്ട് എല്ലാം കവർ ചെയ്ത് ഞങ്ങൾ ജമ്മുവിൽ വന്ന് സ്റ്റേ ചെയ്തു. പിന്നെ ജമ്മുവിൽ നിന്ന് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ട്രാവൽ ചെയ്തു. അങ്ങനെ ശ്രീനഗറിലെത്തി ഇന്നലെ രാത്രി. സോ ഇന്ന് രാവിലെ നമ്മളെല്ലാവരും ഒരുമിച്ചായി. നമ്മളിപ്പോൾ 29 + 12 41 മെമ്പേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവട്ടെ. സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്ഥലങ്ങൾ കാണുന്നതും സൈറ്റ് സീയിങ്ങും ഒക്കെ സോ അവിടെ ഉള്ളതാണ്. പക്ഷെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. സോ നമ്മളെല്ലാവരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. സോ കോൺട്രിബ്യൂഷൻ ഈസ് മാറ്റർ. നിങ്ങൾ എത്ര ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നിങ്ങളെ വൈഫ്, 2 കുട്ടികളും അമ്മയും ഞങ്ങൾ ഈ ഗ്രൂപ്പിലുണ്ട്. സോ ഇനി ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഒറ്റ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 3 ദിവസമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഞങ്ങൾ ഇറങ്ങിയത്. ഡൽഹിയിൽ തൊട്ട് 2-3 ദിവസമായി. ഇപ്പോൾ 5-ാം തീയതി ഞങ്ങൾ ഡൽഹിയിൽ വന്നാണ്. പിന്നെ 4-ാം തീയതി വൈകിട്ട് വന്നു. ഡൽഹിയിൽ സ്റ്റേ ചെയ്തു. പിന്നെ 5th മോർണിംഗ് ഞങ്ങൾ എൻ്റെ പേര് നിഷാദ്, പാലക്കാട് ആലത്തൂര വീട്. ഞാനിപ്പോ ബർഗർ പെയിന്റ്സിൽ വർക്ക് ചെയ്യണു, ഡിപ്പോ മാനേജറായിട്ട് കൊച്ചിൻ. എറണാകുളത്താണ്. ഫാമിലി എറണാകുളത്ത് ഷിഫ്റ്റിംഗ് ആണ്. ആലുവ, തോട്ടക്കാട്ടുകര. ഞാൻ 18 വർഷമായിട്ട് മാർക്കറ്റ് ഫീൽഡാണ്. ഷീൻ ലാക്കിലാണ് എന്റെ തുടക്കം. കാസർഗോഡ്, കണ്ണൂരായിരുന്നു. കണ്ണൂർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പഴയൊരു ഓർമ്മ കയറി വന്നു. കണ്ണൂർ എവിടെ ശരിക്കും വീട്? അലവിൽ. വേറെ സ്ഥലം പറഞ്ഞു. ഒറ്റത്തെങ്ങ്. ആ, ഓക്കെ. ഞാൻ താഴെച്ചൊവ്വയിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ പയ്യന്നൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാന്, വൈഫ്, 2 കുട്ടികള്. മൂത്തത് പെൺകുട്ടി. വൈഫിന് ഷിഫ്റ്റ് ചെയ്തു. മൂത്തത് പെൺകൊച്ച്, 2ാമത്തെ ആൺകൊച്ച്. മൂത്തത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2ാമത്തെ 1ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു. ഞാൻ എന്റെ സെക്കൻഡ് ട്രിപ്പാണ്. 2022 ഞാൻ സഫർ ഗ്രൂപ്പിന്റെ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അജ്മീർ വന്നിട്ടുണ്ടായിരുന്നു. അന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കാശ്മീർ വരണം എന്നുള്ളത്. കാരണം ഭൂമിയിലെ സ്വർഗമാണല്ലോ. നമ്മൾക്ക് മരിച്ചു പോയാൽ സ്വർഗം കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. നമ്മൾ അത്രയും പാപം ചെയ്യാത്തവരായതുകൊണ്ട് ഇല്ല സമൃദ്ധ നമ്മളെ സ്വർഗത്തിൽ പോവുള്ളൂ, വൈഫുമാര് സ്വർഗത്തിൽ പോവില്ല. നന്മനിറഞ്ഞൊരു ചാച്ചാച്ചി ചുണ്ടിൽ പുഞ്ചിരി തൂകിടും നമ്മുടെ സ്വന്തം ചാച്ചാച്ചി. കീശേറോസ പൂക്കളുമായി പിള്ളേർക്കെല്ലാം ചങ്ങാതി. വെള്ളത്തൊപ്പി ധരിച്ചിട്ട് കല്ലൊക്കെ നമ്മുടെ സ്വന്തം ചാച്ചാജി. താങ്ക് യു. അപ്പോഴാണ് പിന്നെ പോയി കിടന്നത്. അപ്പൊ അത് നമുക്ക് ഈ ഒരു 8 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ പോയിട്ട് വരട്ടെ അല്ലേ? അല്ല, പോയി വരട്ടെ. ഞാനതാ പറയാം, നിങ്ങൾ എവിടെ പോയാലും തിരിച്ചു വീട്ടിൽ തന്നെ വരണല്ലോ. ഞാനപ്പം നോക്കാൻ ബാക്കി. പിന്നെ എന്റെ പേര് അൻഷിത. അപ്പോഴേ വന്ന് സംസാരിച്ചിട്ട് പോയ നിഷാദിന്റെ വൈഫാണ്. ഞാൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു കുറച്ച് നാള്. പിന്നെ ഗ്യാപ്പായി. പിന്നെ അതങ്ങനെ വിട്ടു.
ടീച്ചിങ് ഫീൽഡ് തന്നെ താല്പര്യം. അപ്പോൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് സെറ്റിലായ പിന്നെ ഭയങ്കര ബോറടി ഫീൽ ചെയ്തപ്പോൾ ഇപ്പോൾ പഠിക്കാൻ ചേർന്നു. DLED പോയിക്കൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് സെമ്മായി. പിന്നെ യാത്ര പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കും നല്ല ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോഴേ സുബേഷ് ചേട്ടൻ പറഞ്ഞ പോലെ രാവിലെ പെട്ടെന്നായിരിക്കും പ്ലാൻ ചെയ്യുക, കാർ എടുത്ത് ഞങ്ങൾ ഒറ്റ ഇറക്കം ഇറങ്ങും, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഇവരുടെ കൂടെ സെക്കൻഡ് ട്രിപ്പാണ്. 2022 ഞങ്ങൾ ആഗ്ര ഡൽഹി ട്രിപ്പിലുണ്ടായിരുന്നു, സഫറിന്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു. ഒരു 2 ഡേ ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര ലിങ്കായി എല്ലാവരുമായിട്ട്. ലാസ്റ്റ് ഡേയിൽ എല്ലാവരും പിരിയുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. അത്രയും സെറ്റായി. നമ്മൾ പെട്ടെന്ന് എല്ലാവരുമായിട്ടും ജോയിൻ ആയി പോവും, കാരണം നല്ലോണം സംസാരിക്കും. അങ്ങനെ പൊതുവെ നമ്മൾ ഒരുപാട് സംസാരിച്ചാൽ തന്നെ എല്ലാവരും നല്ല സെറ്റായി പോവും. ഒരു മടിയൊക്കെ ചമ്മലൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ നമ്മള് സുഭാഷ് ഫസ്റ്റ് ഡേ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ എങ്ങനെയാ? ഇന്നലെ ഞാൻ നിഷാദും നിങ്ങളൊക്കെ വളരെ ഭയങ്കര മോശം ആൾക്കാരാണെന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായി അത്ര മോശമല്ല. പിന്നെ മനസ്സിലായി അത്ര മോശം, കുറച്ചൊക്കെ നല്ലതാണ്. ഇന്നലെ സമതയ്ക്കും അവരൊക്കെ ആയിട്ട് അവരെ വാപ്പാപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നലെ സംസാരിച്ച സമയം പോയി പറഞ്ഞില്ല, 12 മണിയായി ഞങ്ങൾ ഇന്നലെ കിടക്കുമ്പോ. മറ്റുള്ള റൂമിൽ തിരുവനങ്ങാടി എന്ന സ്ഥലത്താണ് എന്റെ സ്വദേശം. ഞാന് വൈഫ് 3 പിള്ളേരാണ്, 3 പെൺകുട്ടികളാണ് എനിക്ക്. അതിൽ 2 പേര് എന്റെ കൂടെ ഉണ്ട്. മൂത്ത മകള് സിംഗപ്പൂരിൽ +1 +2 കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളില്ലാത്ത ഫസ്റ്റ് യാത്രയാണ്. ഞാനൊരു 18 കൺട്രിയിൽ പോയിട്ടുണ്ട്. എൻ്റെ ഇന്ത്യയിലുള്ള ഫസ്റ്റ് ഗ്രൂപ്പ് ടൂറാണ് ഇവരുടെ കൂടെ. എൻ്റെ വാപ്പയുടെ അനിയൻ എളാപ്പയുടെ കൂടെ അവരുടെ കെയർ ഓഫിലാണ് ഞാൻ ഈ ഗ്രൂപ്പ് പരിചയപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഒരു 3 ദിവസമായിട്ട് ശരിക്കും നല്ല ഒരു ഫാമിലി പോലെ എൻജോയ് ചെയ്ത് നന്നായിട്ട് വരികയാണ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകള് 7th പോകുന്നു. 3ാമത്തെ ആളാണ് എൻ്റെ ലോകം, എൻ്റെ ചെറുത് സഫ്രീൻ സമദ് എന്നാണ് അവളുടെ പേര്. അവളിപ്പോ LKG കഴിഞ്ഞു, UKG പാസ്സായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിൽ ഒരു റൈൻബോ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനി, ഹോളണ്ട് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ സദൺ റീജിയനിൽ ഏരിയ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 28 years ആയി ഞാൻ സൗദിയിൽ. 29 years റൺ ചെയ്തുകൊണ്ട് അടുത്ത വർഷം സെപ്റ്റംബർ 9 വന്നു കഴിഞ്ഞാൽ 30 വർഷം പൂർത്തിയാവും. നാഷണാലിറ്റി വേണ്ട, നമുക്ക് നമ്മുടെ ഇന്ത്യ മതി. നാഷണാലിറ്റി വേണ്ട, നമ്മളെ ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. കാരണം നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യം എവിടെ എന്തായാലും അപ്പൊ അതിനോട് താല്പര്യമില്ല. അപ്പൊ നമ്മുടെ നാട്ടില് മക്കളൊക്കെ ഇപ്പൊ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്തു. 2021 മുതൽ എല്ലാവരും വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ മോൾ SSLC കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് പുറത്തു പോയി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സേഫ്റ്റി കൺട്രി എന്നുള്ളവർക്ക് സിംഗപ്പൂർ തിരഞ്ഞെടുത്താണ്. അപ്പോ അത്രേ ഉള്ളൂ. എന്റെ വൈഫ് അവിടെ ഉണ്ട്, അവള് വരില്ല. ഞങ്ങൾ കുറെ എഴുതി വിളിക്കുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. അല്ല ഞാനല്ല, നമ്മള് തിരുവനന്തപുരം മുതൽ, എനിക്കൊന്ന് നിങ്ങളൊക്കെ തിരൂരാണെന്ന് തോന്നുന്നു അല്ലെ? മലപ്പുറം. തിരൂർ. അപ്പൊ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട്. ബാബു മലപ്പുറമാണ്, നിലമ്പൂര്. പിന്നെ തിരുവനന്തപുരം, കോട്ടയം. മായാനിൻ പുഞ്ചിരി നൽകിയ രോമാഞ്ചം മായുന്നില്ലേ, നേരത്തെ സന്ധ്യമയങ്ങും നേരത്തെ പോരുകയില്ലേ കാറ്റേ നീ വീശരുതിപ്പോൾ, താരേ നീ പേരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവനിരിപ്പു. അതാണ് എന്റെ വിശ്വാസം. അല്ല, അടുത്ത ഇടയ്ക്ക് ഒറ്റയ്ക്ക് വിടുന്നില്ല ട്രിപ്പ്, അതിന് വേണ്ടി സംസാരിക്കോ. അല്ല സുഭാഷ് ഒന്നിരുന്നേ. എല്ലാരും പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? ഞാനാണ് ഇതിലെ ട്രോൾ ഗ്രൂപ്പിൽ ഒന്നാമത് തോന്നുന്നു. എല്ലാരും കൂടി അംഗീകരിച്ചു. അപ്പൊ എന്റെ പേര് പ്രതിഭ, സുഭാഷിന്റെ വൈഫാണ്. ഞങ്ങളുടെ 2 കുട്ടികളെ അക്ഷത, അർഷിത, രണ്ടാളും പടുതല സിനിമയിൽ എറണാകുളത്ത് പഠിക്കുന്നു. ഒരാൾ ഇനി 6th മറ്റാള് 2nd.
പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇതേപോലെ പാടില്ല, ഞാൻ പാടിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോണോ? അന്താക്ഷരി കളിക്കുമ്പോ ഞാൻ പാടാം. കാര്യം പിന്നെ പാട്ട് പറഞ്ഞാലും മതിയല്ലോ. അപ്പൊ ഓക്കെ, ഇനി ബാക്കിയുള്ളവർ വരട്ടെ. സെബിലിന്റെ വൈഫാണ്. 2 കുട്ടികള്, സബിനവും സരുണവും. മൂത്താള് 9ലേക്ക്, രണ്ടാമത്തെ ആള് 8ലേക്ക്. പിന്നെ വഴുതല ചിന്മയിൽ നിന്ന് വരുന്നു. വഴുതലയിൽ താമസിക്കുന്നു. ചിന്മയിലാണ് പഠിക്കുന്നത്. അവിടെ ഒരു സ്മിത ഉണ്ട് കേട്ടോ. സ്മിത രണ്ടുപേരും പാടിക്കോ, ഏതെങ്കിലും പാടിക്കോ, പാടിക്കോ. അത് സാധനം ആ സൗണ്ട് കേട്ടിട്ടല്ലേ സുന്ദരിയായ വൈഫിനെ പിടിച്ചു നിർത്തണ്ടേ? എന്താണ് മറ്റേ ഇതിന്റെ ആകാശ പൊന്നാടികളിലാകത്തിൽ കൊട്ടിവരാ. ഹലോ, നമസ്കാരം. ഞാൻ അബ്ദുൽ നാസർ. ഞാൻ തിരൂരങ്ങാടി, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. നമുക്ക് പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് തിരൂരങ്ങാടിയെ പറ്റി. പിന്നെ ഞങ്ങള് 8 പേര്, ഞാൻ, എൻ്റെ വൈഫ്, അതുപോലെ പിന്നെ എൻ്റെ ജ്യേഷ്ഠ മകന്, അവൻ്റെ ഭാര്യയും, പിന്നെ നിവാസിയായ സിദ്ധി സാഹിബ് അദ്ദേഹത്തിന്. ഇതിനു മുമ്പ് ഞങ്ങളൊരിക്കൽ പിന്നെ ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നതിൽ 2022 ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല അനുഭവമായിരുന്നു. സാഫർ ഗ്രൂപ്പിൻ്റെ ഇത്രയും മനോഹരമായി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, സത്യമാണ്. ഇപ്പൊ ഇതുപോലെ ഇത് ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ ഈ യാത്രയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ബാബു, അതേപോലെ നമ്മുടെ ഫൈസല്, ഇപ്പൊ ഫാറൂഖ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ വിശേഷമായിരുന്നു. പക്ഷെ അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിരുന്നു. എല്ലാം കൂടെ ഒരു ട്രിപ്പിൽ എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഒരു വലിയൊരു കുടുംബമാതിരിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇപ്പൊ ഇതിൽ 12 പേര് പുതിയതായിട്ട് വന്നവർ ആണെങ്കിലും ഏകദേശം നമ്മളോടൊപ്പം മിംഗ്ലിയായി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത ഏകദേശം നമ്മുടെ ഭൂമിയിലെ ഈ സ്വർഗം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ നിഷാദ് പറഞ്ഞതുപോലെ നമ്മളെ പരലോകത്തേക്ക് പോയാല് സ്ത്രീകളെ കൊണ്ടുപോയില്ല, അതൊക്കെ വെറുതെ ഉണ്ട്. ആദ്യം സ്ത്രീകളായിരിക്കും പരലോകത്ത് സ്വർഗത്തിൽ പോകുന്നത്. അർത്ഥം എത്രയോ പെട്ടെന്ന് ഉൾക്കൊണ്ടല്ലോ. പിന്നെ ഇതിനെ ഞങ്ങള് 2 ദിവസമായിട്ട് ഇതില് മിങ്കിൾ ചെയ്തുകൊണ്ട് പോകാന്ന് പറയുന്നു. ഞങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. സുഭാഷും ഭാര്യയും കൂടിയുള്ള ഒരു ഇതായിട്ട് ഞങ്ങൾ ട്രോൾ അല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് അത് സംസാരിച്ചു പോയത്. അതാണ് വേണ്ടത്. നമ്മളതാണ് വേണ്ടത്. എന്ത് പറയുമ്പോഴും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി പോവുക. അതുപോലെ ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പൊ ഇതില് നമ്മള് എല്ലാവരും ഇതില് യാത്ര ചെയ്യുന്ന എല്ലാ ജോഡികളും അല്ലെങ്കിൽ മക്കളായിട്ട് എല്ലാവരും ഇത് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും വളരെയേറെ സ്നേഹം കൊണ്ടുവരാണ് ഒപ്പം കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇല്ലെങ്കിൽ തനിച്ച് ബാറ്റ്സ്മാൻ ആയിട്ടാണ് എല്ലാവരും പോവാ അല്ലേ? അപ്പൊ ഇവിടെ പ്രതിപാദിച്ച നിഷാദ് അല്ലെങ്കിൽ സുഭാഷ് ആയിക്കോട്ടെ പല തമാശകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ എൻജോയ് ആയ പോസിറ്റീവ് എനർജി കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരും ഉൾക്കൊണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മുന്നോട്ട് പോവുക. എല്ലാം നല്ലതിനാട്ടെ. നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നമ്മളെ ബാബുവേട്ടന് കൈമാറുന്നു. ഗുഡ് മോർണിംഗ്.
നമസ്കാരം, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിദ്ദീഖ്. ഞാൻ ഈ തിരുവങ്ങാടി നിന്നാണ് വരുന്നത്. നേരത്തെ അബ്ദുൽ നാസർ പറഞ്ഞ് ഞങ്ങളെ ഒരു ഗ്രൂപ്പാണ് 8 പേരുള്ള. ഞങ്ങളെല്ലാവരും തിരുവങ്ങാടിക്കാരാണ്. ഞങ്ങളെ നേരത്തെ പരിചയപ്പെട്ടാണ്, എന്നാലും പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പരിചയപ്പെടുത്താം. ഞാൻ കുറേ കാലമായിട്ട് ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിലാണ്. ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് ജോലി ചെയ്യുന്നത്. സിദ്ദിഖ് സാർ അടിപൊളി. മലയാളം അറിയാലോ എന്താണെന്ന്. പൊളിച്ച് പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്. അവള് നേരത്തെ പറഞ്ഞാണ് പൊട്ടപ്പോയത്തങ്ങളൊന്നും അവിടെ പോയി പറയുന്നത്. ഇത് ശരിയായതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയൽവാസികൾക്കൊക്കെ അറിയാം. പിന്നെ എനിക്ക് 2 മക്കളാണ്. 2 പേരും ഖത്തറിലാണ്. മൂത്ത മരുമകളും ഖത്തറിലാണ്. ചെറിയ മരുമകളെ നാട്ടിലുണ്ട്. അവള് കഴിഞ്ഞൊരു 6 മാസം മുമ്പ് അവളും ഭർത്താവും കൂടി കാശ്മീർ വന്ന് പോയതാണ്. അതുകൊണ്ട് അവളെ കൊണ്ടുവന്നിട്ടില്ല. 2 പേർക്കും ഓരോരോ കുട്ടികളാണ്. പിന്നെ ഞങ്ങൾ പൊതുവെ ടൂർ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇപ്പം നാസർ പറഞ്ഞ പോലെ കഴിഞ്ഞ 2022 ആഗ്ര, ജയ്പൂർ, ഡൽഹിയൊക്കെ വന്നു പോയതാണ്. പിന്നെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പാടാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാല് എല്ലാവരും പാടുമ്പോൾ നമ്മളൊന്ന് 2 വരെങ്കിലും പാടണ്ടേ. അപ്പോൾ ലിറിക്സ് ഒന്നും ചിലപ്പോൾ വേണ്ടത്ര നന്നായിന്ന് വരില്ല. ഈ മാത്രം ഞാനടക്കുമ്പോൾ നിലവുകളിൽ നീ മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട്